ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ മക്രോണി ഉണ്ട്, ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതുകൊണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു തട്ടിക്കൂട്ടിൽ മക്രോണി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ സെറ്റല്ലേ? അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ റെഡിയാണ്. ചിക്കന്, ചീസ്, ബട്ടർ, മക്രോണി, ഒറിഗാനോ ഒക്കെ സെറ്റ്. പിന്നെ നമ്മൾ മക്രോണിക്കുള്ള വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് ഇനി വെള്ളം തളിച്ചിട്ട് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണിൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ എന്താവുന്ന ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടി പാത്രം ചൂടാക്കാൻ വെച്ചു. അപ്പോഴേക്ക് ഇതാ മക്രോണീൻ്റെ വെള്ളം തിളച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് മക്രോണി കട്ടെടുത്ത് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് മക്രോണി ഒന്ന് പറ്റി പോകാണ്ടിരിക്കാൻ അത് ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ച്. പിന്നെ അത് ഫ്രൈ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഇട്ടെടുത്ത് ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് 2 വെല്ലുള്ളിയും ഒരു തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആ വെല്ലുള്ളിയും തക്കാളിയും നമ്മൾ കട്ട് ചെയ്തെടുത്തു. മക്രോണി സെറ്റായിട്ട് അങ്ങനെ നമ്മൾ മക്രോണിനെ അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചിക്കൻ പൊരിച്ചൊക്കെ റെഡിയാക്കി. ഇനി ഇത് ചൂട് തണിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ട് പിച്ചിടണം. പിന്നെ അതാ തക്കാളി ഉള്ളിയും വാട്ടാൻ പാത്രം വെച്ചു. പാത്രം ചൂടായിട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടു. ബട്ടർ പിന്നെ മെൽറ്റായി കഴിഞ്ഞു. പിന്നെ ഇനി ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. പിന്നെ അതാ ഉള്ളിയൊക്കെ വാടി സെറ്റായി വന്നിക്കുക. അപ്പോൾ നമുക്ക് തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ടം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതാ ഉള്ളിയും തക്കാളിയൊക്കെ വാടി നല്ല സെറ്റായിട്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളിടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലയും കൂടി ഇടാണ്ട് കേട്ടോ. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മക്രോണി ഇതിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ മിക്സാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ പൊരിച്ച് വെച്ച ചിക്കൻ കുനുകുനാന്ന് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അത് അതിലേക്ക് 2 ചീസ് വെച്ചെടുത്തേക്ക് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ടെടുത്തേക്ക്. ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ ചീസൊന്ന് മെൽട്ടാൻ നമുക്ക് അതിനൊന്ന് അടിച്ചു വെക്കാം. അങ്ങനെ അതാ ഫൈനലി നമ്മളെ മക്രോണി റെഡിയായി. മക്രോണി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.